നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ സഞ്ചാരത്തിന് ഏറെ ദുരിതപൂർണമായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അതിന് പരിഹാരം എന്ന നിലക്കാണ് മുൻ UDFന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രിയപ്പെട്ട സി മമ്മൂട്ടി ഇവിടുത്തെ MLA ആയിരുന്ന കാലത്താണ് ഇങ്ങനെ ഒരു പാലത്തിന്, ഒരു ഓവർ ബ്രിഡ്ജിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും പണം അനുവദിച്ചു കിട്ടുകയും ചെയ്തത്. 2018 പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിലും അപ്രോച്ച് റോഡിന് വേണ്ട പണം കഴിഞ്ഞ 5 വർഷമായി കിട്ടാതെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ വിവാദങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പാലങ്ങളുടെ പേര് പറഞ്ഞ് പഴയ MLA സത്യാഗ്രഹം ഇരിക്കുന്ന ഘട്ടം വരെ ജില്ലൂരിൽ ഉണ്ടായി എന്ന് നമുക്കറിയാവുന്നതാണ്. പുതിയ ഗവൺമെന്റ് വന്നു. ഈ ഗവൺമെന്റിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇടപെടാനുള്ള ചെറിയ അവസരങ്ങളുണ്ടായി. ആ ഇടപെടൽ ഫലം കൊണ്ടു. നമുക്ക് ഇതിനോടൊപ്പം തന്നെ പുത്തനത്താണിയിൽ നിന്ന് വൈരത്തൂരിലേക്ക് ബംഗ്ലാംകുന്ന് വരേക്കുള്ള റോഡ്, അതിന്റെ പണിയും കഴിഞ്ഞ് അവിടെ പൊതുപരിപാടി നടത്തിയിട്ടില്ല. അതിന്റെ ഒരു ഉദ്ഘാടന കർമ്മം മാത്രം നിർവഹിച്ച് ഈ രണ്ടും കൂടി ഇവിടെ വെച്ച് പ്രഖ്യാപനം നടത്താം എന്ന ഉദ്ദേശത്തിലാണ് നമ്മുടെ മണ്ഡലത്തിന്റെ മാത്രമല്ല താലൂക്കിന്റെ തന്നെ ആസ്ഥാനമായ, ജില്ലയിലെ തന്നെ പ്രധാന നഗരമായ ഇവിടെ വെച്ച് അതിന് രണ്ടിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷമുള്ള പ്രസംഗമാണ് മന്ത്രി ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. സമാന്തര ടൗൺ ROBയുടെ അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുക. വളരെയേറെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ദീർഘകാലത്തെ ആഗ്രഹം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഈ ഗവൺമെൻറ് വന്ന ഉടനെ ഇവിടെ വന്ന സമയം 2021 മെയ് മാസം 20-നാണ് സർക്കാർ അധികാരത്തിൽ വന്നത്. റെയിൽവേ ട്രാക്കിന് മുകളിൽ ഒരു പാലം എന്നതായിരുന്നു സാഹചര്യം. തിരൂർ നഗരത്തിൽ തന്നെ ഒരു സ്മാരകമെന്നോണം ഒരു മേൽപ്പാലമുണ്ട് എന്നാണ് അന്ന്
മാധ്യമങ്ങൾ ഉൾപ്പെടെ എഴുതിയത്. MLA ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്ന് നോക്കി വികസന പ്രവർത്തനം നടത്തുന്നത്? നാടിന് ആവശ്യപ്പെട്ടതാണോ ആവശ്യമുള്ളതാണോ എന്നുള്ളതാണ് പൊതുവെ പരിഗണന വിഷയം. താഴെപ്പാലം ഗതാഗത യോഗ്യമാക്കുക, ഗതാഗത സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു ഒരു പ്രധാന പ്രശ്നം. അത് യാഥാർത്ഥ്യമായി. ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നു. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.